മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളാണ്. ഇതിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അക്ഷരമുറ്റം, CH പ്രതിഭ ക്വിസ്, സ്വദേശ് മെഗാ ക്വിസ്, AKSTU, മീഡിയ വൺ ലിറ്റിൽ സ്കോളർ എന്നീ ക്വിസ് പ്രോഗ്രാമുകൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും. ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ പോയി കാണണം. ഓരോ മാസത്തിൻ്റെയും വിട്ടിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണണം. നന്നായി പഠിക്കണം. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം LSS USS ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണേ. മക്കളെ, വീഡിയോ മുഴുവനായി കാണണേ. ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പായ ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്രം എന്നറിയപ്പെടുന്ന വസ്ത്രം ഏതാണ്? മെഡൂസ വസ്ത്രം. മെഡൂസ വസ്ത്രം നിർമ്മിച്ച വ്യക്തി ക്രിസ്റ്റീന ഏൺസ്റ്റൺ. ഗ്രീക്ക് പുരാണത്തിലെ കഥാപാത്രമായ മെഡൂസയുടെ പേരാണ് വസ്ത്രത്തിന് നൽകിയിരിക്കുന്നത്. ഈ കഥാപാത്രത്തിന് തലമുടിക്ക് പകരം പാമ്പുകളാണുള്ളത്. സിംഗപ്പൂർ ആസ്ഥാനമായ സെംപ് കോർപ്പ് കമ്പനി ഏത് സംസ്ഥാനത്താണ് ഗ്രീൻ അമോണിയ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? തമിഴ്നാട്. 2024 ആഗസ്റ്റിൽ യൂട്യൂബ് തുടങ്ങിയ ഉടൻ 90 മിനിറ്റിനുള്ളിൽ 10 ലക്ഷത്തിലധികം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തത് ഏത് കായിക താരത്തിൻ്റെ ചാനലാണ്? റൊണാൾഡോ. UR ക്രിസ്ത്യാനോ എന്ന പേരിലാണ് താരം യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. 90 മിനിറ്റിനുള്ളിൽ 10 ലക്ഷത്തിലധികം ആളുകളാണ് സബ്സ്ക്രൈബ് ചെയ്തത്. ഏറ്റവും വേഗത്തിൽ 1 മില്യൺ ഫോളോവേഴ്സ് സ്വന്തമാക്കിയ യൂട്യൂബ് ചാനൽ എന്ന റെക്കോർഡാണ് സ്വന്തമാക്കിയത്. ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്ക് തലവനായി തുടർച്ചയായി എത്രാം തവണയാണ് ശക്തികാന്ത ദാസ് തിരഞ്ഞെടുക്കുന്നത്? 2ാം തവണ. ഓൺലൈൻ ക്ലാസ് മുറി എന്ന ആശയത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയ പോർട്ടൽ ഏത്? സമഗ്ര പ്ലസ്. ആരുടെ ജന്മദിനമാണ് സദ്ഭാവന ദിവസമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ആഗസ്റ്റ് 20 സദ്ഭാവന ദിവസമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ 6ാമത്തെ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും രാജീവ് ഗാന്ധിയാണ്. 1991 ഭാരതരത്നം ലഭിച്ചു. ജനനം 1944 ആഗസ്റ്റ് 20, മരണം 1991 മെയ് 21. 2024 ആഗസ്റ്റിൽ ഏത് രോഗത്തെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? മങ്കി പോക്സ്, കുരങ്ങുപനി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വഹിച്ചവർ ആരെല്ലാം? PV സിന്ധു, അജന്ത ശരത് കമൽ. PV സിന്ധു ബാഡ്മിൻ്റൺ, അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ്. ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അവരുടെ കായിക ഇനങ്ങൾ. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കണ്ടെയ്നർ കപ്പലേത്? സാൻ ഫെർണാണ്ടോ. 2024 ജൂലൈയിൽ നേപ്പാളുമായി അതിർത്തിയിൽ വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിച്ചുകൊണ്ട് മിത്രാവൻ എന്ന പേരിൽ പുതിയ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം? ഉത്തർപ്രദേശ്. രാജ്യത്തിലാദ്യമായി മുഴുവൻ ഭിന്നശേഷിക്കാർക്കും സവിശേഷമായ തിരിച്ചറിയൽ കാർഡ് UDID നൽകുന്ന രാജ്യത്തിലെ ആദ്യ നഗരസഭ ഏത്? മഞ്ചേരി, മലപ്പുറം. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന കതിരവൻ എന്ന സിനിമയിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് ആര്? മമ്മൂട്ടി. തിരിച്ചും ചോദിക്കൂട്ടോ ചോദ്യം. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമ ഏത്? കതിരവൻ. സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അരുൺ രാജ്. 2024 ജൂലൈയിൽ അന്തരിച്ച ജോൺ ലാൻഡോ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ. LP ലെവലൊന്നും കേട്ടിട്ടുണ്ടാവില്ല. UPക്കും ഹൈസ്കൂളിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. ടൈറ്റാനിക്, അവതാർ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവും ഓസ്കാർ ജേതാവുമാണ് ജോൺ ലാൻഡോ. ടൈറ്റാനിക്കിന് 1997 മികച്ച ചിത്രം, സംവിധാനം അടക്കം 11 ഓസ്കാർ അവാർഡുകൾ നേടിയിരുന്നു. ആഗോളതലത്തിൽ $100 കോടി കളക്ഷൻ നേടുന്ന ആദ്യ ചിത്രമാണ് ടൈറ്റാനിക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് എന്താണ്? INNYY1. രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ കണ്ടെയ്നർ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ആദ്യം വന്ന കപ്പലിൻ്റെ പേര് ഷെൻഹുവ 15. രാജ്യത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറാൻ പോകുന്ന ലാലൂർ
ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. 2024 ഡിസംബറിൽ നടക്കുന്ന സ്കൂൾ കലോത്സവം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്കൂൾ ഒളിമ്പിക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എവിടെയാണ് സ്കൂൾ ഒളിമ്പിക്സ് നടക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മക്കൾ ചെയ്യേണ്ടത്, ഏത് ജില്ലയിലാണ് നിങ്ങൾ വെച്ചാൽ ആ ജില്ല എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ തിരുവനന്തപുരം ആണെങ്കിൽ അല്ലെങ്കിൽ പാലക്കാടാണെങ്കിൽ പാലക്കാട് എഴുതിയിട്ട് റെഡ് ഹാർട്ട് ഇടണേ. കേരള ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആര്? മുഹമ്മദ് മുഷ്താഖ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? സിംഗപ്പൂർ. നമ്മുടെ കളിക്കാരന് ഡി ഗുഗേഷാണ് കേട്ടോ. ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ ഡിഡി മോർക്കാപ്പസ് ജാനകി എന്ന സസ്യത്തിന് ഏത് ശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഡോക്ടർ ഇ ജാനകി അമ്മാൾ. ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. AKS2 ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ തരും, ഇതിനോട് മാച്ച് ചെയ്തത്, എന്നിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കണം. പാരീസ് ഒളിമ്പിക്സിൽ സമാപന ചടങ്ങിൽ പതാക ഏന്തിയ PR ശ്രീജേഷ്, മനു ഭാക്കർ എന്നിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PR ശ്രീജേഷ് ഹോക്കി, മനു ഭാക്കർ ഷൂട്ടിംഗ്. പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചൊരു വീഡിയോ നൽകിയിട്ടുണ്ട്. അതെല്ലാം മക്കളും പോയി കാണണം. എന്തായാലും 2 ചോദ്യത്തിന് ഉറപ്പായും വരും. ഇനി AKS2, പ്രതിഭ, ലിറ്റ് സ്കോളർ, അക്ഷരമുറ്റം, ഈ 3 ക്വിസിനും പ്രധാനപ്പെട്ട ചോദ്യമാണ് അത്. ഓരോ സമയത്ത് നൽകുന്ന ക്വിസുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നൽകാറുണ്ട്. എല്ലാവരും അതിൽ പോയി ജോയിൻ ചെയ്യണേ. അടുത്ത് വരാനുള്ള ക്വിസാണ് മീഡിയ 1 ലിറ്റ് സ്കോളർ. അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മുടെ ചാനൽ നൽകുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ ഇനി നമ്മുടെ ചാനൽ നൽകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച നടനുള്ള അവാർഡ് നേടിയതാര്? ഋഷഭ് ഷെട്ടി. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് 2024 മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏത്? ആട്ടം. 2024 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ലഭിച്ചതാർക്ക്? ജെനി എർപ്പൻ പെങ്കിനം, ജർമ്മൻ എഴുത്തുകാരിയാണ്. 2024 ജൂലൈ ഏത് ഇന്ത്യൻ താരത്തിൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രവിൻ പുറത്തിറക്കിയത്? ഷാരൂഖ് ഖാൻ. 2024 പെൻപിൻഡർ സമ്മാനം ലഭിച്ചതാർക്ക്? അരുൺധതി റോയ്. 2028 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത്? ലോസ് ഏഞ്ചൽസ്, USA. കഴിഞ്ഞ ഒളിമ്പിക്സ് നടന്നത് ടോക്കിയോയിലാണ്. 2024 പാരീസിൽ. ഇനി 2028 നടക്കാൻ പോണത് USA, ലോസ് ഏഞ്ചൽസ്. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയതാര്? അനന്തദർശൻ ശങ്കർ. 2024 100ാം വാർഷികം ആഘോഷിക്കുന്ന പത്രമേത്? അൽ അമീൻ. ജെനി എർപ്പൻ പെങ്കിനത്തിന് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏത്? കൈറോസ്. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം. മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട്, എറണാകുളം. ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര, കോഴിക്കോട്. മുനിസിപ്പാലിറ്റി പൊന്നാനി, മലപ്പുറം. കോർപ്പറേഷൻ തിരുവനന്തപുരം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം കേട്ടോ. എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അക്ഷരമുറ്റത്തിൽ സ്റ്റേറ്റ് ലെവലിൽ ചോദിച്ച ചോദ്യമാണ്. ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളിൽ ആർദ്ര കേരളം കിട്ടിയത് ആരാന്നാണ്. ഇതിപ്പോൾ ഇന്നത്തെയാണ്, 2024 അപ്പോൾ ഇതൊക്കെ നോക്കി വെക്കണം. 2024 ഓഗസ്റ്റിൽ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം നേടിയതാര്? ദ്രൗപദി മുർമു. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമായ യുഗേയുഗീൻ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. 2024 ജൂലൈ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത ആദരവായ ഒളിമ്പിക് ഓർഡർ ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാര്? അഭിനവ് മിത്ര. ശനിയെക്കുറിച്ചും അതിൻ്റെ വളയങ്ങളെക്കുറിച്ചും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ദൗത്യമേത്? കാസിനി. ഓക്കെ മക്കളെ, നന്നായി പഠിക്കണേ. ഇനി 54ാമത് സംസ്ഥാന സിനിമ അവാർഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി കാണാം.